ഹലോ, ഞാനിന്ന് ആയിരംപല്ലി ഫിഷ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എളുപ്പത്തിൽ തേങ്ങ ഒന്ന് വാട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒരു ചീനച്ചട്ടി ചൂടായപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. 2 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് അത് വേണമെങ്കിൽ കൂട്ടിയെടുക്കാം. ഇത് 1 ടേബിൾ സ്പൂൺ കൊത്തമല്ലിയും കൂടി ചേർക്കുന്നുണ്ട്. കറിവേപ്പില ചേർത്തോളൂ. ഒന്ന് ചൂടാക്കുക കേട്ടോ. ഒരു ഹാഫ് ബൗള് തേങ്ങ തിരുമ്മിയത് ചേർക്കുന്നുണ്ട്. കറി കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ തേങ്ങ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക ലോ ഫ്ലെയിമിൽ. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ, എരിവനുസരിച്ചിട്ട്. കൊത്തമല്ലി ചേർത്തിട്ടുണ്ടെങ്കിലും ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തേക്കണേ. പൊടികളൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ 1 സെക്കൻഡ് ചൂടാക്കുക. എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. മസാലക്കൂട്ട് തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് അല്പം ആവശ്യത്തിന് പുളി വെള്ളത്തിൽ കുതിരാനിടാം. ഞാനൊരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ പുളിയിട്ടിട്ടുണ്ട്. അതേ മിക്സിയുടെ ജാറിൽ ഞാൻ തേങ്ങ മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. അരയ്ക്കാനാണ്. ആ പുളിയുടെ വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല മാതിരി ഒന്ന് അരച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ അത്. വേഗം ഒന്ന് അരച്ചിട്ട് വരാം. നല്ലതുമാതിരി അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത തേങ്ങാക്കൂട്ട് ഞാൻ ഒരു ചീനച്ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ആ മിക്സിയുടെ ജാറും കൂടി ഞാൻ ക്ലീൻ ചെയ്ത് വെള്ളം ഒഴിച്ച് നമുക്ക് ആ വെള്ളവും കൂടി കറിക്കകത്തേക്ക് ഒഴിച്ചിട്ട് നല്ലതുമാതിരി ഒന്ന് കറി ലൂസാക്കാം. അടുത്തതായിട്ട് നമുക്ക് ഫിഷ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം, കഴുകിയിട്ട് വരാം. ഇത് ഓൾറെഡി ക്ലീൻ ചെയ്ത് എടുത്തതാണ് കേട്ടോ, വൃത്തിയാക്കിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഒരിക്കൽ കൂടി വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് നമുക്കത് ഉപയോഗിക്കാം. ഇത് കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്ക് മസാലക്കൂട്ട് അതിലേക്ക് ഒഴിക്കാം. അടുത്തതായിട്ട് ഇനി കുക്ക് ചെയ്യാം. മീൻകറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അല്പം കറിവേപ്പിലയും ഒരു പച്ചമുളകും കൂടി നെടുകെ കീറി ഞാൻ ഇടുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് അത് വേവും കേട്ടോ. അത് എളുപ്പത്തിൽ ഉണ്ടാക്കാം. നല്ലപോലെ തിളച്ചിട്ട് അത് വേവട്ടെ. വെന്ത് കഴിഞ്ഞു. 10 മിനിറ്റ് കൊണ്ട് ഈ മീൻ കറി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി റെസിപ്പി ആയതുകൊണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ.